അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ്സ് വിത്ത് ഷാന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ്. ബാൽസം, കാശിത്തുമ്പ എന്നൊക്കെ നമ്മുടെ നാടുകളിൽ പറയുന്ന ഈ ചെടിയുടെ പരിപാലനവും ഫ്ലവറിങ് ടിപ്സും ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബാൽസം, റെഡ് റോസ്, കാശിത്തുമ്പ, ഒരുപാട് പേരുകളുണ്ട് ഈ ചെടിക്ക്. കാശിത്തുമ്പ എന്ന പേര് വന്നത് തുമ്പപ്പൂവിനോട് സാമ്യത ഉള്ളത് കൊണ്ടാവാം. എൻ്റെ കയ്യിൽ 5-6 തരം വെറൈറ്റി ബാൾസമുണ്ട്. ഇത് ഫസ്റ്റ് വെറൈറ്റിയാണ്. നല്ല വൈറ്റ് കളറിൽ വരുന്ന പൂക്കളാണ് ഇതിൽ വരുന്നത്. തട്ടായിട്ട് വരുന്ന ഈ പൂക്കൾ നല്ല ഭംഗിയാണ്. മാത്രവും നല്ല പൂന്തോട്ടത്തിന് ഏറെ അഴകും തരുന്ന ഒന്നാണ്. ഇത് സെക്കൻഡ് വെറൈറ്റിയാണ്. നല്ല റെഡ് മറൂണിൽ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ഫ്ലവർ. പൂന്തോട്ടത്തിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും. ഇത് കണ്ടോ, തട്ടായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. അടുപ്പിച്ച് ഉണ്ടാകും. പിന്നെ റെഡ് റോസ് എന്ന് പറയുന്നതും ഇതുകൊണ്ടാകാം. ഈ ഫ്ലവറിൻ്റെ രൂപരേഖ നോക്കിയാൽ ഒരു റെഡ് റോസിനായിട്ട് സാമ്യം ഉണ്ടാവും. പിന്നെ വരുന്നൊരു വെറൈറ്റിയാണ് വയലറ്റ് ബാൽസം. കണ്ടോ, ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കളറും വയലറ്റ് ബാൽസാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഒരു വയലറ്റ് റോസ് എന്നൊക്കെ പോലെ ഉണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഈ ഫ്ലവറിന് നമ്മൾ എപ്പോഴും കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പ്ലാന്റ് അധികം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നട്ടുവെക്കാൻ പാടില്ല. ഇത് സൂര്യപ്രകാശം ഇതിന് നന്നായിട്ട് വേണ്ട. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ഇവ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 1-2 മണിക്കൂർ മാത്രം സൂര്യൻ്റെ പ്രകാശം ഇവയ്ക്ക് കിട്ടാൻ പാടുള്ളൂ. അതിനാൽ ഇവ നട്ടുപിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ വെക്കാൻ പാടില്ല. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് തരാൻ പറ്റുന്ന അത്രയും ഫ്ലവറിങ് ഇവർ തരും. പെട്ടെന്ന് വരികയും പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നമ്മളതൊരു സീസണിലാണ് ഇവ കാണാം. ഞങ്ങളുടെ നാടുകളിലൊക്കെ ഇതിനെ ഓണച്ചെടി എന്നും പറയാറുണ്ട്. കാരണം ഓണത്തിൻ്റെ സീസണിലാണ് ഇവ അധികം കാണപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് ആ പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഓരോ സീസൺ കഴിഞ്ഞ് വീണ്ടും വിത്തെടുത്ത് നട്ടുപിടിപ്പിച്ചാൽ മതി. കണ്ടോ, ഇതിൻ്റെ വിത്ത് കണ്ടോ, ഇങ്ങനെയാണ് വിത്ത് വരിക. ഇത് പാകമാകുമ്പോൾ മുപ്പത്തിയിട്ട് അത് പൊട്ടി തെറിച്ചാണ് വീണ്ടും പുതിയ തൈകൾ തളിർക്കുന്നത്. ഇവയെല്ലാം ഞാൻ അതുപോലെ വിത്തുകൾ ഉപയോഗിച്ച് നട്ടു വളർത്തിയ ഒരുപാട് തൈകളാണ്, നട്ടുപിടിപ്പിച്ച തൈകളാണ്. കാശിത്തുമ്പ പ്ലാന്റിന് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറഞ്ഞ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇവ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കഴിവുള്ള സ്റ്റെമ്മാണ്. അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. ഇതൊരു സീസണൽ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിത്തെടുത്ത് വെച്ച് നമ്മൾ വീണ്ടും നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും ഈ പ്ലാന്റിനെ കിട്ടും. ഈ ബാൽസം ചെടിക്ക് ഞാൻ നൽകുന്ന വളമ എന്ന് പറയുന്നത് വെറും ചാണകപ്പൊടി മാത്രമാണ്. പ്രത്യേകിച്ച് വേറെ വളമ ഞാൻ നൽകാറില്ല. എന്നാൽ പോലും നന്നായിട്ട് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് മറ്റു ചെടികളെ പോലെ ഒരുപാട് സമയം ഇതിൽ മാറ്റി വെക്കേണ്ടി വരാറില്ല. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റാണ് കാശിത്തുമ്പ. നമ്മുടെ പൂന്തോട്ടത്തിലും നല്ല ഭംഗി വരുത്താൻ ഈ ഒറ്റൊരു പ്ലാന്റിനെ കൊണ്ട് പറ്റും. ഒരുപാട് വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.